എൻഡിഎയുടെ സർക്കാർ രൂപീകരണത്തേക്കാൾ പ്രതിപക്ഷത്തെ ആര് നയിക്കുമെന്നാണ് രാജ്യം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. രാഹുൽ ഗാന്ധി പ്രതിപക്ഷത്തെ നയിക്കണമെന്നതാണ് കോൺഗ്രസിന്റെ ആഗ്രഹം. ഇത് പാർട്ടിക്കും പ്രതിപക്ഷത്തിനും കരുത്താകുമെന്ന് നേതാക്കൾ വിശ്വസിക്കുന്നു. 2014-ലും 2019-ലും അവകാശപ്പെടാനില്ലാതിരുന്ന പ്രതിപക്ഷ നേതാവ് സ്ഥാനം ഇത്തവണ കോൺഗ്രസിന് അവകാശപ്പെട്ടതാണ്. 2014-ലും 2019-ലും സീറ്റുകൾ കുറഞ്ഞ കോൺഗ്രസ് പ്രതിപക്ഷ നേതൃസ്ഥാനത്തിനു പോലും അർഹമല്ല എന്ന പഴികളും കേട്ടിരുന്നു. എന്നാൽ ഇത്തവണ ഇന്ത്യ സഖ്യത്തിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി കോൺഗ്രസ് മാറി. 99 സീറ്റുകളാണ് കോൺഗ്രസ് നേടിയത്. രാഹുൽ അതിന് തയ്യാറാകുമോ എന്നതിൽ ആശങ്കകൾ നിലനിൽക്കുകയാണ്. രാഹുലിന് മേൽ സമ്മർദ്ദം ചെലുത്താനാണ് തീരുമാനമെന്നാണ് റിപ്പോർട്ടുകൾ. ഏറെ പഴികളും പരിഹാസങ്ങളും കേട്ടിട്ടുണ്ട് രാഹുൽ. പരാജിതനായ പപ്പു എന്ന ചാപ്പകുത്തി BJPയുടെ IT സെല്ലുകൾ ആഘോഷിച്ചു. 2019-ൽ പാർട്ടിക്കുണ്ടായ കനത്ത പരാജയത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അദ്ദേഹം കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചു. ഔദ്യോഗിക പദവികളിൽ നിന്നെല്ലാം മാറി നിന്നു. കോൺഗ്രസിന്റെ ലോക്സഭാ കക്ഷി നേതാവ് സ്ഥാനവും അധീർ രഞ്ജൻ ചൗധരിക്ക് നൽകി. എന്നാൽ ഈ പിന്മാറ്റമെല്ലാം കൂടുതൽ കരുത്തോടെ തിരിച്ചുവരാനായിരുന്നു എന്ന് അദ്ദേഹം തെളിയിച്ചു. തകർന്നടിഞ്ഞുപോയ കോൺഗ്രസ് പാർട്ടിയെ ശക്തിപ്പെടുത്തുക എന്ന ദൗത്യം സ്വയം ഏറ്റെടുത്തു. ശിഥിലമായി പോയ രാജ്യത്തെ ചേർത്തുവെക്കാൻ ഒറ്റയ്ക്കൊരു മനുഷ്യൻ നടന്നു. ഭാരത് ജോഡോ യാത്ര എന്ന് പേരിട്ട് 4000-ലധികം കിലോമീറ്ററുകൾ രാഹുൽ നടന്നു. ഒരു കയ്യിൽ ഭരണഘടന ഉയർത്തിപ്പിടിച്ച് അദ്ദേഹം ജനങ്ങളോട് സംവദിച്ചു. അവരുടെ അവകാശങ്ങളെക്കുറിച്ച്, അധികാരങ്ങളെക്കുറിച്ച്, അവർ ഉണർന്നിരിക്കേണ്ടതിനെക്കുറിച്ച്. പാർലമെന്റിനകത്തും പുറത്തും നരേന്ദ്രമോദി അദാനി ബന്ധവും BJPയുടെ വർഗീയ ചേരിതിരിവിനെയും തുറന്നുകാട്ടി രാഹുൽ തീയായി. അങ്ങനെ വെറുപ്പിനും വിദ്വേഷത്തിനും മേൽ സ്നേഹം വിതറി പൊരിവെയിലിൽ പൊള്ളിയും പെരുമഴയിൽ നനഞ്ഞും കോടമഞ്ഞിൽ പുതഞ്ഞും ആ ചെറുപ്പക്കാരൻ ഇന്ത്യൻ ജനതയുടെ ഹൃദയങ്ങളിലേക്ക് നടന്നുകയറി. പ്രതീക്ഷയുടെ പുതിയ തിരുനാളമായി. ആ തിരുനാളം ആളിക്കത്തി ഒരു പ്രകാശഗോപുരമാകണമെങ്കിൽ രാഹുൽ തന്നെ വേണം എന്ന് ഇന്ത്യ ആഗ്രഹിക്കുന്നുണ്ട്. അതിനാൽ പ്രതിപക്ഷ നേതാവായി രാഹുൽ വേണമെന്നത് പാർട്ടിയുടെ മാത്രമല്ല, രാജ്യത്തിൻ്റെ കൂടി ആവശ്യമാണ് എന്നതാണ് യാഥാർത്ഥ്യം.